500 ഞാൻ തരാം. പിന്നെ ബാക്കി അങ്ങനെ അവസാനം എനിക്ക് ബാക്കി കിട്ടി അങ്ങനെ തന്നാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും സുപ്രഭാതത്തിൽ വന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് ഏറ്റെടുത്തവരാണെന്നറിയാം. അൽഹംദുലില്ലാ, അല്ലാഹു തആലയുടെ അപാരമായ തൗഫീഖോടുകൂടി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ കരങ്ങളാൽ തന്നെ നമുക്ക് കന്യാകുമാരി ടു കാശ്മീരിലേക്കുള്ള യാത്ര അതിവിപുലമായിട്ട് തങ്ങളുപ്പാപ്പാൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടി. വല്ലാത്ത സന്തോഷം. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ അടുത്ത് നിന്ന് ആ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു ഹദിയ എന്ന് പറയുമ്പോൾ വലിയൊരു ഹദിയാട്ടാ. എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയൊരു നിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. സയ്യിദുൽ ഉലമയുടെ പറച്ചിലൊക്കെയും എല്ലാവരും അത് അല്ലാതെ പേഴ്സണലായിട്ടൊക്കെ വന്നിട്ട് നിങ്ങൾ കഴിച്ചിലായിട്ടുണ്ട്, എല്ലാവരും ഒരുപാട് അഭിനന്ദനങ്ങൾ. തങ്ങളുടെ നിന്ന് അങ്ങനെ കിട്ടിയതും വല്ലാത്ത സന്തോഷത്തോടെ ഒരുപാട് SKSF സമസ്ത പ്രവർത്തകർക്ക് വല്ലാത്ത ആശ്വാസകരമായിട്ടുള്ള ഒരു വർത്തമാനം കൂടിയാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും വല്ലാത്ത സന്തോഷമായി, അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ സുപ്രഭാതത്തിൽ ഇത് വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര് അതിൽ കമൻറ്റ് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെ തോന്നിയത്, അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലില്ലേ, കാര്യങ്ങളില്ലേ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെയുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, അത് നമ്മൾ അറിയുന്നവർക്ക് ഇങ്ങനെ ചാനലും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അറിയാം. നേരെ മറിച്ച് സമസ്ത ഇപ്പോൾ പരന്ന് കിടക്കല്ലേ, പാരാവാരം പോലെ പരന്ന് കിടക്കുകയാണല്ലോ. അപ്പോൾ നമ്മളറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനലാണ് NKH വ്ളോഗ്സ്. അതുപോലെ തന്നെ NKH ജാമ്യയിലെ വിദ്യാർത്ഥികൾ മൊത്തം സ്റ്റാറ്റസ് വെച്ചു, അവരൊക്കെ വെച്ചിട്ടുള്ളത് NKH ഫേസ് ചെയ്യാറുള്ള നിൽക്കാൻ അവർക്ക് സ്റ്റാറ്റസ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു വല്ലാത്ത രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസ്റ്റയിലൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കുക, NKH നമ്മൾ എന്തൊരു പാട്ട് ഇത് വിടുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു വീഡിയോ എന്ന കാര്യങ്ങളൊക്കെ വിടുകയാണെങ്കിൽ NKH എന്ന് പറഞ്ഞാൽ NKHൻ്റെ വിപ്ലവം, അങ്ങനെ രസമായിട്ട്, വിപ്ലവം എന്നല്ല കേട്ടോ, അങ്ങനെ രസമായിട്ട് നമ്മൾ ജാമ്യത്തെ പുറപ്പെട്ടവർ വിടും. അതിൻ്റെ പിന്നിൽ ഒരു രസം കൂടി ഉണ്ട്. NKH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെച്ചിക്കാട്ടിൽ ഹക്കീം എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അത് ജാമ്യത്ത് കുട്ടികൾ ട്രോളായിട്ടും പിന്നെ പലരും മൊബൈലിലും സേവ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് NKH എന്നാണ്. കാരണം ജാമ്യയിൽ ഒട്ടും സമാജത്തിൽ അതുപോലെ തന്നെ പ്രസംഗ മത്സരത്തിലോ എന്തിലോ കവിത പാടിയപ്പോൾ NKHൻ്റെ വരികൾ എത്ര മനോഹരമായിരുന്നു. ഉദാഹരണം പറയാം, വാര്യംകുന്നത്തിൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു വിപ്ലവമായിട്ടുള്ള പ്രസംഗത്തിൽ വാര്യംകുന്നത്തിൻ ചരിത്രം, വർഗീയർക്കൊരു പിത്തം, തോക്കിൻ മുനയിലെ ചിത്രം സ്മരിച്ചിടുന്നു വ്യക്തം, കവി NKH പാടി വെച്ചതുപോലെ എത്ര വലിയ മനോഹരമാണ്. ഉദാഹരണം പറയാം, അതുപോലെ തന്നെ ജാമ്യയുടെ ചീനിച്ചോട്ടിൻ്റെ ആ മന്ദമാരുതം പോലെ ആ തണലിട്ട് നിൽക്കുന്ന ചീനിച്ചോട്ട് കണ്ടുകൊണ്ട് NKH ഇങ്ങനെ പാടിയില്ലേ, രസകരമായിട്ട് നമ്മുടെ സമാജത്തിലല്ലേ NKH പാടിയില്ലേ, ഉമ്മുൽ മദാരിസിൻ ഇസ്സത്ത് തൂകും ഷെയ്ഖുൽ ജാമിയ നൂറായി ജ്വലിക്കും, ചീനീ മരത്തിന് ഇലകൾ ഉതിരും ഷെയ്ഖുന തണലാണെന്നൊന്നും പറയും. കവി NKHൻ്റെ വരികൾ അവിടെയും വ്യത്യസ്തമാകുന്നു. വീണ്ടും ബഹുമാനപ്പെട്ട ജാമ്യയുടെ ശില്പികളിലേക്ക് ചരിത്രം പഠിച്ചപ്പോൾ സയ്യിദരാം ബാഫക്കി തങ്ങൾ ഉമ്മുൽ മദാരിസിൻ ഭാവനമേകി, PMSA പൂക്കോയ തങ്ങൾ ജാമ്യക്കെന്ന് തണിതുണയായി, ചീനിച്ചോട്ടിൽ അജബുകൾ തീർത്ത ബാപ്പു ഹാജി തൻ തണലായി, പണ്ഡിത നേതാ ഷംസുൽ ഉലമ ഫൈലാബാദിൻ ചാരിതമേകി, കണ്ണിയത്തോരുടെ തെർബിയത്തൊന്നും ഫൈലി മക്കൾ നറുമണം വീശി. ആ സംഭവം നോക്കുമ്പോൾ അതൊരു പാട്ടാണ്, ഞാൻ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ്. അത് ഈ പ്രസംഗത്തിൽ ഒരു കവിത രൂപത്തിൽ പാടിയതാണ്. മറ്റുള്ളവരുടെ കവിതകൾ പാടാൻ എത്ര മനപ്പാടാക്കിയിട്ടും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ എഴുതിയത് നമുക്ക് എന്തായാലും നമ്മൾ ഭയങ്കര ക്യാച്ചിങ് ആയിക്കാറും. അപ്പോൾ അങ്ങനെ സംഭവമാണ്. പക്ഷേ ഇതിങ്ങനെ NKH എന്നുള്ളത് എന്താ, പലരും കമൻറ്റിൽ പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് നാട്ടുതാളുകൾ, എന്ത് NKH, എൻ്റെ ഫുൾ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഇതിലൊക്കെ NKH എന്നുള്ളതാണല്ലോ. അപ്പോൾ അതാണ് NKHൻ്റെ ഷോർട്ട് ഫോം. പിന്നെ വിദേശത്ത് നിന്നുള്ള ആൾക്കാരും അതുപോലെ തന്നെ നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെ ചോദിക്കുകയാണ്, വണ്ടിയായിട്ട് അതിനനുസരിച്ച് കപ്പാസിറ്റി ആയിട്ട് ഇല്ലേ വണ്ടി കാര്യങ്ങളില്ലേ എന്ന് ചോദിക്കുന്നത്. ഇത് 2021 മോഡലാണ്. അപ്പം കുഴപ്പമില്ല, BS6 ആണ്. ഏകദേശം ഒരു 10 രൂപയോളമുള്ള 10,000 രൂപേൻ്റെ അടുത്തുള്ള പണികൾ, ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, നമ്മൾ യാത്രക്കുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് ആണിത്. ഇത് പലരും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ചിലർ വിചാരം ഇത് കണ്ടപ്പോൾ തക്കാളിപ്പെട്ടി കൊണ്ടോ, അല്ല സോറി എന്താ പറയുക, ഈ സാധാ പെട്ടി ഉണ്ടല്ലോ അതുകൊണ്ട് അടിച്ചുണ്ടാക്കിയതാണോ, സ്റ്റിക്കറിങ് മാത്രമാണോ എന്നുള്ള നിലക്ക് ചോദിച്ചിരുന്നു. ഇത് ഏകദേശം ഒരു 15 കിലോന്, കണക്കുട്ടിയോ 11 കിലോനാ, ഇതിലും കൂടി ഒരു 15 കിലോൻ്റെ അടുത്തുണ്ടാവും. 11 കിലോൻ്റെ തകരത്തിനാലുള്ള പെട്ടിയാണ് ഇത്. ഏകദേശം തകരത്തിന് തന്നെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളായിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കിക്കാനും കാര്യങ്ങളൊക്കെ ഏകദേശം റേറ്റ്. പിന്നെ ഇതിൽ ഓരോരുത്തർ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഓരോരുത്തർ അത് നേരിട്ട് കാണുന്നവർക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമല്ലോ. പലരും ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടി തുറന്ന് കാണിച്ചു തരാൻ മാത്രമൊന്നും ഇല്ല. അതായത് ഇത് എന്താ തകരത്തിൻ്റെ പെട്ടിയാണ്ട്, ഇത് ഇങ്ങനെ തുറന്നാൽ അമർത്തിക്കാണ്ട് തുറന്നു കൊടുക്കിയത് കിട്ടും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട
ജിഫ്രി തങ്ങൾ പാപ്പാന്റെ അവിടുന്ന് കിട്ടിയ പതാക ഇൻഷാ അല്ലാ ഇത് കാശ്മീരിലെത്തിയിട്ട് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ, ഡ്രീം ആട്ടോ. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം, നമ്മൾ സംസ്ഥക്ക് വേണ്ടിയിട്ട്, നമ്മൾ സംസ്ഥ പ്രവർത്തകർ എല്ലാവരും പ്രാർത്ഥന, ഈ വീഡിയോ കാണാൻ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ഇത് ജിഫ്രി തങ്ങൾ പാപ്പ അവിടുന്ന് തന്ന സയ്യിദുലമാന്റെ കൈകളിൽ നിന്ന് കിട്ടിയ പതാകയാണ്. ഇത് കാശ്മീർ കൊണ്ടുപോയിട്ട് അവിടെ കുത്തി വെക്കണം നല്ലൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇതിലിപ്പോ നമ്മളെ സാധനങ്ങൾ ചെറിയ അത്യാവശ്യം ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളെ കാര്യങ്ങൾ മാത്രം ഇപ്പൊ ഇതിലുള്ളത്. ഓക്കെ, ഇതുവരെ എല്ലാവരും ചോദ്യം ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോൺസർ ഇല്ലാതെ എങ്ങനെ യാത്ര, എങ്ങനെ സ്പോൺസർ ഇല്ലാതെ യാത്ര? അലല്ല, അത്രേ എനിക്ക് പറയണം. തവക്കൽ അലല്ല, അള്ളാഹു തആല തവക്കലാക്കിയിട്ടാണ്. അപ്പൊ ഇന്നലെ ഭയങ്കര വിറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഫ്രി തങ്ങള് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ കണ്ടതാണ്, ആ സുപ്രാത്തിന്റെ വീഡിയോയിൽ കണ്ടതായിരിക്കും. വീഡിയോ എടുത്ത് തങ്ങൾ പോയി, പക്ഷെ തങ്ങൾ അവിടുന്ന് വിളിക്കാണ്, കുട്ടിയെ ഇവിടെ വായോ, എങ്ങനെ ഇതിൻ്റെയൊക്കെ ചെലവും കാര്യങ്ങളൊക്കെ. അതിന്റെ ശേഷം ആ വോയിസും ആ കാര്യങ്ങള് സുപ്രഭാതത്തിന്റെ മെയിൻ വീഡിയോയിലേക്ക് അവർ പരിശോധിച്ച് നോക്കി. അവർക്ക് കിട്ടാൻ ഭയങ്കര അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം തങ്ങൾ വിളിക്കണ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ ക്യാമറമാന് വളരെയധികം സങ്കടം പറഞ്ഞു, ആ ഭാഗം കൂടി ഉണ്ടെങ്കിൽ വളരെയധികം സന്തോഷകരമായി എന്നൊക്കെ അറിയിച്ചിരുന്നു. അപ്പം ഏതായാലും ആ ഒരു ഭാഗം ഉണ്ടായിരുന്നു, കുട്ടിയെ എങ്ങനെ പോകുന്നത്. അപ്പൊ ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഞാൻ ഇത് സമസ്തന്റെ പേരിലായോണ്ട് ഇത് പിരിവായി കണ്ട് സ്പോൺസർ ചെയ്ത് കണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ ഇനി ഒരു ചർച്ച വിഷയം ആവേണ്ട വെച്ചിട്ട് ഞാൻ ആരോടും ഇതുവരെ സ്പോൺസർ ചെയ്തിട്ടില്ല. അപ്പൊ ഏകദേശം എത്ര രൂപ ആവും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം 2 ലക്ഷത്തോളം രൂപ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ചെയ്യണത് 1.5 ലക്ഷം റുപ്യ, 80,000 റുപ്യന്റെ എണ്ണുണ്ട്. ഭക്ഷണം 80,000 റുപ്യന്റെ അടുത്താവും. 2 ലക്ഷം റുപ്യന്റെ അടുത്ത് ഏകദേശം 15,000 കിലോമീറ്റർ ടോട്ടൽ ആവും. ആയിക്കോട്ടെ, 500 ഞാൻ തരാം. പിന്നെ ബാക്കി എങ്ങനെ അവസാനം എനിക്ക് ബാക്കി കിട്ടിയ അങ്ങോട്ട് തന്നാൽ മതി. എന്ന കാര്യങ്ങൾ, അതായത് 15,000 കിലോമീറ്റർ 13,000 കിലോമീറ്റർ ആണ് നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ളത്. സാധാരണ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 18ഓളം സംസ്ഥാനങ്ങളുണ്ട്. സാധാരണ കാശ്മീരിലേക്ക് എത്താൻ എൻ്റെ നാട് പരപ്പനങ്ങാടിയാണല്ലോ, മലപ്പുറം ജില്ല പരപ്പനങ്ങാടിയിൽ നിന്ന് 3,000 കിലോമീറ്റർ മതി. 3,000 കിലോമീറ്റർ കൊണ്ട് നമുക്ക് കാശ്മീർ എത്താം. പക്ഷെ നമ്മൾ 18 സംസ്ഥാനങ്ങൾ എടുത്ത് നമ്മൾ സമസ്ത പ്രവർത്തനങ്ങൾ ഇങ്ങനെ എടുത്തു പോകുമ്പോൾ ഏകദേശം 13,000 കിലോമീറ്റർ ഇപ്പൊ കൂട്ടി വെച്ചത് അതെന്തായാലും 15, 16, 17 വരെ ആവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പം ഏകദേശം 2 ലക്ഷം റുപ്യോളത്തോളം രൂപ റൂമിൻ്റെ ഒപ്പം പോകുന്ന ആളെ ചെലവ് ഞാൻ തന്നെ എടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം ക്യാമറമാനായിട്ട് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാബിത്ത്, അവന്റെ ചെലവും കാര്യങ്ങളൊക്കെ, നമ്മുടെ യാത്ര ചെലവും കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്താണ്. അവന്റെ റിസർച്ചിന്റെ ഒരു ഭാഗം കൂടിയാണ്. നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. അതായത് ഒരുപാട് ആളുകള് ഇതിന് വേണ്ടിയിട്ട് വരട്ടിയ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു പഠനം കൂടി ഇതിൽ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഓനെ ഉൾപ്പെടുത്തിയത്. ഓന് ഓൺലൈൻ പഠനം അതൊക്കെ വീഡിയോയിൽ മറ്റേ യൂട്യൂബിലൊക്കെ വന്നതാണ്, നിങ്ങൾ വിശദമായിട്ട് കണ്ടതാണ്. അപ്പൊ നമ്മളൊന്നും കൂടി സാറ്റിസ്ഫൈഡ് ആയി കണ്ടത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി സന്തോഷവും കാര്യങ്ങളാണ് എന്നുള്ള ആൾക്കാണ് ഇതൊക്കെ ഇവിടെ അറിയിക്കുന്നത് കേട്ടോ. അപ്പം ഏതാണ് മറ്റേ മുപ്പർക്ക് ചാനലുണ്ടോ, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് പോക്ക് കാര്യങ്ങൾ, അപ്പൊ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് അറിയാൻ വയ്യ. ഇത് ഒരു വീഡിയോ നമ്മൾ സുപ്രഭാതത്തിൽ കണ്ടുപോയി, ചാനലിൽ കണ്ടുപോയി എന്നല്ലാതെ വേറെ എന്താ നമുക്ക് ഇതിൽ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ പ്രേക്ഷകരായി വീഡിയോ കാണുന്നവർക്ക് അവരെപ്പോഴും ഇത് അവർക്ക് വേറെ രീതിയിലേക്കാണ് ഇത് മനസ്സിലാവുന്നത്. ഇത് പുതിയ ആളുകൾ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്റെ ക്യാമറമാൻ എപ്പോഴും എന്നോട് പറയണം, പുസ്തകങ്ങൾ എന്താ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ്സും ഫോളോവേഴ്സും ചെയ്യാൻ പറയാത്തത് എന്ന് എപ്പോഴും പറയുന്നുണ്ട്. ഞാൻ അവരോട് എപ്പോഴും പറയും, ലോകത്ത് 2 കാര്യത്തിനാ മടി, ഒന്ന് കടം ചോദിക്കാനും ഒന്ന് ലൈക്കും ഫോളോവേഴ്സ് ചോദിക്കാനും എന്നുള്ളതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എനിക്കൊരു മടിയായ സംഭവം എന്നുള്ളതിനെ രസമായിട്ട് പറയലുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഇതിലൊക്കെ ആശയം മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. പരമാവധി ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ വരുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. പലരും ഇങ്ങനെ പേഴ്സണലായിട്ട് നിങ്ങളത് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്താ അറിയിക്കാത്തത്, നിങ്ങളെന്താ ഇപ്പം വരാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചോദിക്കേണ്ടി കമന്റിൽ ചോദിക്കേണ്ടി. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഒരുപാട് നമ്മൾ പ്രിയപ്പെട്ട നേതാക്കളും കാര്യങ്ങളും കാണാനുണ്ട്. അതുപോലെ തന്നെ സുപ്രഭാതത്തിൽ ഇന്നലെ പോയപ്പോൾ തന്നെ ഒരുപാട് നമ്മുടെ സംസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി കണ്ടു. അവരൊക്കെ എല്ലാവരും ഏറ്റെടുത്തു, അല്ലാത്ത പ്രാർത്ഥനകളും കാര്യങ്ങളും നല്ല കെയറിങ് ആയിട്ടുള്ള, അതായത് ശ്രദ്ധിച്ചു പോകുന്നതും. അപ്പോൾ തന്നെ നമ്മൾ രക്ഷിതാക്കളെ പോലെ, അതായത് നമ്മൾ ഉപ്പയും ഉമ്മയും ഉസ്താവന്മാരും അടുത്തുകൊണ്ടവർ പറഞ്ഞതുപോലെയാണ് നമ്മൾ പ്രിയപ്പെട്ട ഉസ്താവന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവരെല്ലാവരെയും ചിലരൊക്കെ അടുത്തുകൊണ്ട് വല്ലാതെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടപാടെ ഇതിങ്ങനെ പബ്ലിക്കായ ഉടനെ തന്നെ എല്ലാവരും മനസ്സറിഞ്ഞിട്ട് യാത്ര വിജയിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേക പ്രാർത്ഥനയാണ്. അള്ളാഹു തആല അവർക്ക് സ്വീകരിക്കട്ടെ. ഇതിനെ സ്നേഹിക്കുന്നവർ, യാത്ര ഏറ്റെടുക്കുന്നവർക്കൊക്കെ അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് ശംസുലമന്റെ അടുത്ത് ഇന്നലെ രാത്രി ശംസുലമന്റെ അടുത്ത് പോയി അവിടുന്ന് പ്രത്യേകം ദ്വാരുന്നു. ഇത് ശംസുലമന്റെ അടുത്ത് തുടങ്ങിയതാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ഒരു വിശ്വാസം അതാണ്. പലരും ചോദിക്കുന്നവരോട് പറയും ഇത് വരക്കലിന് തുടങ്ങുകയാണ്, അവിടെ പോയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു വിജയം ഉണ്ടാവുമല്ലോ, ഖൈർ ഉണ്ടാവുമല്ലോ. തവക്കൽ അലല്ലാഹ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. നമ്മൾ ഇനി നേതാക്കളൊക്കെ സംസാരിച്ച വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.